പാലക്കാട് പറളിയിൽ സഹപാഠിയുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടമായി. കിണാവല്ലൂർ സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഇടത് കണ്ണിന്റെ കാഴ്ച 40% നഷ്ടമായത്. ഇക്കഴിഞ്ഞ നവംബറിലാണ് സംഭവം. 10ൽ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ക്ലാസ്സിൽ അടിയുണ്ടായി. അത് അച്ഛൻ്റെ പേരെന്തോ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് അടിയായപ്പോൾ ഞാൻ തല്ലി. എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഇപ്പോൾ തല്ലിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തല്ലിൽ എനിക്ക് കണ്ണിൽ ഒരു നല്ല അടി കിട്ടി. അപ്പോൾ പകുതി കാഴ്ച മങ്ങിയിട്ടാണ് കാണുന്നത്. ഞാൻ ബെഞ്ചിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുത്തൻ വന്ന് തല്ലി. അപ്പോൾ എനിക്ക് നല്ല മേൻച്ചപ്പോൾ ഞാനും തിരിച്ചു തല്ലി. അപ്പോൾ വേറൊരുത്തൻ വന്നിട്ട് വീട്ടിൽ ഇട്ടിട്ട് ആ തല്ലിയവൻ മേലക്കറിയുന്ന കണ്ണിക്ക് കുത്തിയായിരുന്നു. തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ വാർത്ത സച്ചിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെയും ഇതിന് സമാനമായ ഒരു വാർത്തയുണ്ടായിരുന്നു. ഇന്നും അത് ആവർത്തിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നേയില്ല. ക്രൈമിന്റെ ആധിക്യം, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ, ഈ പ്രായം കുറഞ്ഞ ആളുകൾക്കിടയിൽ നിന്നുണ്ടാകുന്ന ക്രൈമിന്റെ ആധിക്യം, അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് പറയാനുള്ളത്. ഇത് എന്താണ് സംഭവം? ഈ ആക്രമണത്തിന്റെ ആധാരമായിരിക്കുന്നത് എന്താണ്? അന്ന, താമരശ്ശേരിയിലെ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് പറളിയിലും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ നവംബറിലാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ കൂട്ടമർദ്ദനത്തിനിരയായി ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത്. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ നവംബറിലും പാലക്കാട് പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് മർദ്ദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, സഹപാഠിയെ മർദ്ദിച്ചത് വ്യക്തിവൈരാഗ്യം മൂലമാണ് എന്നത് തന്നെയാണ് മർദ്ദനത്തിന് ഇരയായ കുട്ടി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം 10ാം ക്ലാസ്സിൽ ആരംഭിച്ച തുടക്കം മുതൽ തന്നെ ക്ലാസ്സിൽ വെച്ച് സംഘർഷമുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് കഴിഞ്ഞ നവംബറിൽ ക്ലാസ്സിൽ വെച്ച് വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ചത്. സഹപാഠിയെ ചവിട്ടി വീഴ്ത്തുകയും അതിനുശേഷം കണ്ണിനിടിക്കുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥി പറഞ്ഞിട്ടുള്ളത്. 40% കാഴ്ചയാണ് വിദ്യാർത്ഥിയുടെ ഇടത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലും അതേപോലെ തന്നെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലെല്ലാം എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും നിലവിൽ 40% കാഴ്ച നഷ്ടപ്പെട്ടു. അത് വീണ്ടെടുക്കാൻ സാധിക്കില്ല എന്ന കാര്യമാണ് ഡോക്ടർമാരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ പിതാവ് മങ്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന്, സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു അലംഭാവമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം പോലീസിന് പരാതി നൽകിയതിനാൽ യാതൊരുവിധ നടപടികളും ഞങ്ങൾ സ്വീകരിക്കില്ല എന്നൊരു അലംഭാവമാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. ഇതിനെതിരെ വലിയ പ്രതിഷേധവും പിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടായിട്ട് പോലും വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരുവിധ നടപടിയും എടുക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായില്ല എന്നാണ് പിതാവ് ആരോപിച്ചത്. തന്നെ ശരി, പാലക്കാട് പറളിയിലാണ് ഈ സംഭവം. സഹപാഠിയുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടമായി. 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിലാണ് സംഭവം. കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. സച്ചിൻ വിവരങ്ങൾ നൽകിയത്.